കൂട്ടുകാർക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ഒമാൻ ഡയറീസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെളിയിൽ പോകുന്ന വീഡിയോ ഒക്കെ വരുന്നുണ്ടായിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമറാത്തിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. എനിക്ക് നല്ലൊരു എല്ലാവരും നിങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ഇന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ വീഡിയോ വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോകുന്നൊരു വീഡിയോ കേട്ടോ. നമ്മളിന്ന് പുറത്ത് എപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ മാർക്കറ്റിൽ വീഡിയോസ് ഒക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബീച്ച് ലക്ഷ്യമാക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയ ബീച്ചുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ ആൾക്കാർ വന്ന് ചില്ല് ചെയ്യാനും അവിടെ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാനൊക്കെ വരുന്നതായിരിക്കും. ബർത്ത്ഡേ പാർട്ടികളും അങ്ങനെ ഹോഴ്സ് റൈഡൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഹോഴ്സ് റൈഡ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒമാൻ ശൈലിയിലുള്ള വീടുകളാണ്. പല നിറങ്ങളിലുള്ള വീടുകളും പല സ്ട്രക്ചറിലുള്ള വീടുകളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ഗൈസ് ബീച്ച് സൈഡ് പള്ളി. ഹേലിലെ ഏറ്റവും വലിയ ഒരു പള്ളിയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺഷിപ്പാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഹേലിലാണ്. ഇതൊരു ബീച്ച് സൈഡ് ടൗൺഷിപ്പാണ് ഗൈസ്. ഇവിടെ അറിയപ്പെടുന്നത് വില്ലേജ് എന്നാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം ഒമാനിൻ്റെ പഴയകാല പുരാതന വസ്തുക്കളും ഒക്കെ ഉള്ളൊരു സംഭവമാണ്. അവിടെ ആണെങ്കിൽ ടീ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉണ്ട്. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ അതൊന്നും കയറാൻ പറ്റത്തില്ല, കാരണം ഇത് ക്ലോസ്ഡ് ആണ് ഇന്ന്. അതുകൊണ്ട് നമ്മൾ വേറെ ദിവസം ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, അവസാനം നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലം വരുന്നത് ഞാൻ നേരത്തെ കാണിച്ച വില്ലേജിൻ്റെ പുറകു വശത്തായിട്ട് വരുന്ന ഈ സീബ് സൂക്കിലേക്ക് പോകുന്ന റൂട്ടാണിത്. രാവിലെ ഇവിടെ പൊതുവേ ആൾക്കാർ കുറവാണ്. ഒരു 4 മണി കഴിയുമ്പോൾ ഇവിടെ ആൾക്കാർ നടക്കാൻ വരുന്നവരും ബൈക്ക് റേസിന് വരുന്നവരും ഫിഷിങ്ങിന് വരുന്നവരും റൈഡിങ്ങിന് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിങ്ങിനുള്ളുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സീബ് സൂക്കിലേക്കും സീബ് ഫിഷ് മാർക്കറ്റിലേക്കുമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒമാൻ സ്വദേശികൾ മീൻ പിടിക്കുന്ന രംഗങ്ങളാണ്. ഇന്നത്തെ 50 ഡിഗ്രി ചൂടിലും ജോലിക്കാർ അവരവരുടെ ജോലിയിൽ തിരക്കിലാണ്. വീണ്ടും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ കേരളം എന്ന് തോന്നുന്ന രീതിയിൽ കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സീബ് സൂക്കിലൂടെയാണ്. എല്ലാവിധ മീറ്റുകളും കിട്ടുന്ന ഒരു സ്ഥലമാണ് സീബ് സൂക്ക്. പച്ചക്കറികളും ഒരു വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് സീബ് സൂക്ക്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ കയറാൻ പോകുകയാണ് സീബ് സൂക്കിലെ ഫിഷ് മാർക്കറ്റ്.
ഉച്ചയ്ക്ക് 12 മണിയായി. നല്ല ചൂടാണ്. ഒരു കഴുക്കും വെള്ളം കുടിച്ചിട്ടാവാം മുൻപോട്ടുള്ള യാത്ര. സീബ് ലുലുമാൾ എത്തുന്നതോടെ ബീച്ചിൻ്റെ ഭാഗങ്ങൾ ഏകദേശം അവസാനിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഞാനും എൻ്റെ അനിയത്തിയും പഠിക്കുന്ന സീബ് ഇന്ത്യൻ സ്കൂൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.